പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്കെതിരെ CPI നിലപാട് കടുപ്പിച്ചതോടെ നാളത്തെ ഇടതുമുന്നണി യോഗം നിർണായകമായി. കുടിവെള്ളക്ഷാമം പരിഹരിക്കാതെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന നിലപാടായിരിക്കും CPI LDF യോഗത്തിൽ ആവർത്തിക്കുക. ഭൂഗർഭജല ചൂഷണം ഉണ്ടാകില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയാൽ CPI എടുക്കുന്ന നിലപാട് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. LDF യോഗത്തിന് മുന്നോടിയായി CPM CPI സെക്രട്ടറിമാർ തമ്മിലുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നും സൂചനയുണ്ട്. വർഷങ്ങൾക്ക് ശേഷമാണ് LDF യോഗം CPI ആസ്ഥാനമായ MN സ്മാരകത്തിൽ ചേരുന്നത്. അതും സർക്കാരുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ CPM-ഉമായി തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാലയ്ക്ക് മന്ത്രിസഭ നൽകിയ അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യം. CPI-യുടെ 4 മന്ത്രിമാർ അടങ്ങുന്ന മന്ത്രിസഭാ യോഗമാണ് മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകാൻ തീരുമാനമെടുത്തത്. എന്നാൽ പിന്നീട് CPI എതിർപ്പുമായി രംഗത്തു വന്നു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പാലക്കാട് ജില്ലയിൽ മദ്യനിർമ്മാണശാലയുണ്ടായാൽ അത് ഗുരുതര പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് CPI സംസ്ഥാന നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ അഭിപ്രായം. നാളെ ചേരുന്ന മുന്നണി യോഗത്തിൽ CPI ഇക്കാര്യം അവതരിപ്പിക്കും. അതും CPI ആസ്ഥാനത്ത് നടക്കുന്ന LDF യോഗത്തിൽ. CPI മന്ത്രിമാരടങ്ങുന്ന മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനത്തെ പിന്നീട് എങ്ങനെ രാഷ്ട്രീയമായി എതിർക്കുന്നു എന്ന ചോദ്യം മുഖ്യമന്ത്രിയോ CPM സംസ്ഥാന സെക്രട്ടറിയോ ഉന്നയിക്കുമോ എന്നതാണ് കൗതുകകരമായ ചോദ്യം. CPIക്ക് പിന്തുണയുമായി RJD ഉണ്ടാകുമെന്നത് വ്യക്തം. എന്നാൽ ജലചൂഷണം ഉണ്ടാകില്ലെന്ന പാലക്കാട് നിന്നുള്ള മന്ത്രി K കൃഷ്ണൻകുട്ടിയുടെ വാക്കുകൾ വിശ്വസിച്ച് JDS പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട്. പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും എക്സൈസ് മന്ത്രിയും വ്യക്തമാക്കുമ്പോൾ CPM-ന്റെ നിലപാടിൽ സംശയമില്ല. ഭൂഗർഭജല ചൂഷണം ഉണ്ടാകില്ലെന്ന വാദം മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചാൽ CPI അയയുമോ എന്നതും പ്രസക്തമാണ്. ജലചൂഷണം ഉണ്ടാകില്ലെന്ന സർക്കാർ വാദം അംഗീകരിച്ച് പദ്ധതിയെ പിന്തുണച്ചാൽ CPI-യുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. പാലക്കാട് ജില്ലാ നേതൃത്വത്തിനൊപ്പം സംസ്ഥാന നേതൃത്വത്തിന്റെ ചില നേതാക്കളെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. സ്വകാര്യ സർവകലാശാലകൾക്കെതിരെ AISF-ഉം AIYF-ഉം ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെതിരായ അഭിപ്രായവും LDF യോഗത്തിൽ CPI അറിയിച്ചേക്കും. കിഫ്ബി ഫണ്ട് വഴി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ ഈടാക്കാനുള്ള നീക്കത്തെ CPI എങ്ങനെ കാണുന്നു എന്നതും നാളത്തെ യോഗത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രതിപക്ഷം ഏറ്റെടുത്ത വിവാദ വിഷയങ്ങളിൽ CPI-യുടെ നിലപാടിനെ CPM എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് അറിയേണ്ടത്. യോഗത്തിന് മുന്നോടിയായി CPM CPI സംസ്ഥാന സെക്രട്ടറിമാരുടെ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.